കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യേ സജി പാസ്റ്റർ ഇല്ല നമ്മുടെ മധ്യേ. ആമേൻ. സജി പാസ്റ്റർ അറിയാം. നമ്മുടെ മധ്യേ മീറ്റിങ്ങിൽ കടന്നു വരാറുള്ള അൻസു സിസ്റ്ററിന്റെ വിവാഹാലോചന ഉറപ്പീരും അതുപോലെ കല്യാണം വരുന്ന ആഴ്ചയിലാണ്. അതുകൊണ്ട് അതിനോട് ബന്ധത്തിൽ കേരളത്തിലാണ്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ആരാധന ഒരു ചർച്ചിലാണ്. പക്ഷെ ആരാധന 1 മണിയാകുമ്പോൾ തീരുവോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ വചനം ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും സജി പാസ്റ്റർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ അല്പകാര്യങ്ങൾ ചിന്തിച്ച് ആമേൻ സ്തോത്രം ചെയ്ത് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പിരിയാമെന്നാണ് ഞാൻ കർത്താവിനെ ശരണപ്പെടുന്നത്. കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ മധ്യ ശിവപാസ്റ്ററുണ്ട്. ശിവപാസ്റ്റർ ഡ്യൂട്ടിയിലാണ്, പക്ഷെ നമ്മുടെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നു. മറ്റെല്ലാ പ്രിയപ്പെട്ടവരും സാധാരണ കടന്നു വരാറുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ മധ്യയുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയോടെ അല്പസമയം ആമേൻ തിരുവചനത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. ഇന്ന് മെയ് മാസത്തിന്റെ ആദ്യ ആഴ്ചയിലാണ് കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവം കഴിഞ്ഞ മാസം നമ്മളെ അത്ഭുതകരമായി വഴി നടത്തിയതിനായി കർത്താൻ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടുത്തെ നാമം നിസ്തുല്യമായി നമ്മളെ കൈവിടാത്ത ആമേൻ ഈ സ്തോത്രം കർത്താവ് ഓരോ ദിവസവും നമ്മളെ പരിപാലിക്കുന്നതിനായി നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം കരയറ്റാം. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു. അതാണ് ആമേൻ നമുക്ക് പറയുവാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്പനേര ചിന്തയ്ക്കായി തെസ്സലോനിക്ക ലേഖനമാണ് ആമേൻ ദൈവസന്നിധിയിൽ എടുക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വളരെ സുപരിചിതമായ ദൈവവചനമാണ്. 1 തെസ്സലോനിക്കയും 2 തെസ്സലോനിക്ക ലേഖനം. അതിനകത്ത് 2 തെസ്സലോനിക്ക ലേഖനമാണ് അല്പനേരം ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം ആമേൻ തെസ്സലോനിക്ക സഭ ആമേൻ സ്തോത്രം 1ഉം 2ഉം അധ്യായങ്ങൾ 1ഉം 2ഉം ലേഖനങ്ങൾ അപ്പോസ്തലനായ പൗലോസാണ് ആമേൻ രചിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലവും നമുക്ക് വചനം പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സജി പാസ്റ്റർ ആമേൻ ശനിയാഴ്ച നടക്കുന്ന മീറ്റിങ്ങുകളിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് പൗലോസിന്റെ യാത്രകൾ എന്നുള്ളതായ വിഷയത്തിൽ ആമേൻ ഈ ഭാഗങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആമേൻ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് മിക്കപേർക്കും ആമേൻ ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ സാഹചര്യങ്ങളും അറിയാം. എങ്കിലും അല്പനേര ചിന്തയ്ക്കായിട്ട് ഇതിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച് ചില ഭാഗങ്ങൾ പറയുവാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയാണ് അതിന്റെ 17-ാം അധ്യായം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് പൗലോസിന്റെ 2ാമത്തെ മിഷണറി യാത്രയുടെ ആരംഭവും ആമേൻ തുടർന്ന് ആമേൻ അവിടെ നടന്നതായ ഓരോ കാര്യങ്ങളും നമുക്ക് കാണുവാനും പഠിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം പൗലോസ് ആമേൻ ഈ 2ാം മിഷണറി യാത്ര തുടങ്ങുന്നതിന് മുൻപായി ആമേൻ സ്തോത്രം പൗലോസിനെ ആമേൻ ദൈവത്തിന്റെ 16-ാം അധ്യായം മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 17-ലാണ് തെസ്സലോനിക്ക സഭയുടെ പ്രവർത്തനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ 16-ാം അധ്യായത്തിൽ ആമേൻ നമുക്ക് അവിടെ ആമേൻ സ്തോത്രം പൗലോസിനെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഒരു ദർശനത്തിൽ കൂടെ വിളിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16-ാം അധ്യായം അതിന്റെ ആമേൻ 6 മുതലുള്ള വാക്യങ്ങൾ, അതായത് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ ചാപ്റ്റർ 6 വേഴ്സസ് 6:3 ഓൺവേർഡ്സ്, ചാപ്റ്റർ 16:3 ഓൺവേർഡ്സ്. അവിടെ നമ്മൾ വായിക്കുന്നു, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കയാൽ പ്രഖ്വയിലും ഗലാത്യദേശം കൂടി സഞ്ചരിച്ചു. മ്യൂസയിലെത്തിയപ്പോൾ ബെഥുനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മ്യൂസിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മെക്കദോനിയക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായ ഒരു ദർശനം കണ്ടു. അപ്പൊ അവിടെ വെച്ചാണ് നമുക്ക് ആമേൻ ഇവിടെ മുതലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് 2ാം മിഷണറി യാത്രയുടെ ആരംഭമായി നമുക്ക് കാണുവാനും പഠിക്കുവാനും കഴിയുന്നത്. അതിനെ തുടർന്ന് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവത്തിന്റെ ദൈവിക ദർശനം പ്രാപിച്ച പൗലോസ് ആ ദർശനം അനുസരിച്ച് മുൻപോട്ട് കാൽച്ചുവടുകൾ വെക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ആമേൻ. സ്വാഭാവികമായും 2 സ്ഥലങ്ങളിലേക്ക് പൗലോസ് പോകുവാൻ ആമേൻ ആഗ്രഹിച്ച് ആമേൻ പുറപ്പെടുവാനായിട്ട് ആമേൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത ശേഷം പൗലോസിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ആമേൻ വിലക്കുന്നതായി കാണാൻ കഴിയുന്നു. അവിടേക്കല്ല ദൈവത്തിന്റെ ആത്മാവ് പോകുവാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് മാസിഡോണിയയിലേക്ക് അല്ലെങ്കിൽ മക്കതോനിയയിലേക്ക് പോകുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നയിച്ചത് അല്ലെങ്കിൽ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ പലപ്പോഴും സ്തോത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലും നമുക്ക് പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് തീർച്ചയായും. പക്ഷേ തീർച്ചയായും ദൈവത്തിന്റെ ഹിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവം തീർച്ചയായും ദൈവഹിതത്തിനായി നമ്മളെ ദൈവം നടത്തും എന്നത് ഈ ഭാഗങ്ങളിൽ കൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, പൗലോസ് ദൈവീയ ദർശനത്തിന് അനുസരണമുള്ളവനായിട്ട് തന്നെയാണ് തന്റെ യാത്രകളിലെല്ലാം താൻ നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഈ 16-ാം അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസ് ദൈവത്തിന്റെ ദർശനപ്രകാരം മാസിഡോണിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. പക്ഷെ തനിക്ക് അറിഞ്ഞുകൂടാ പിന്നീട് നമുക്കറിയാം ആ യാത്രയുടെ തുടക്കത്തിൽ ലിഡിയായുടെ സ്തോത്രം മാനസാന്തരവും, അതിനുശേഷം പൗലോസ് സ്തോത്രം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്നതും, അതിനുശേഷം സ്തോത്രം തെസ്സലോനിക്കയിലേക്കുള്ള യാത്രകളെല്ലാം അതിന്റെ തുടർന്ന് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ പോലും പൗലോസിന് അറിഞ്ഞുകൂടാ തെസ്സലോനിക്കയിൽ തനിക്കൊരു യാത്രയുണ്ടെന്ന് ഈ തുടക്ക യാത്രയിൽ ഒരിക്കൽ പോലും പൗലോസ് വിചാരിച്ചിരുന്നില്ല. പക്ഷെ ദൈവം തന്റെ യാത്രകളെ ഓരോ സ്റ്റെപ്പുകളും ദൈവം നടത്തിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷേ അതിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ദൈവവചനത്തിൽ 1 തെസ്സലോനിക്ക ലേഖനവും 2 തെസ്സലോനിക്ക ലേഖനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തന്നതെന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഓരോ ചലനങ്ങളും ഓരോ യാത്രകളും ദൈവഹിത പ്രകാരമാണ് എങ്കിൽ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ അതിന്റെ പുറകിലുണ്ടെന്നത് നമുക്ക് വളരെ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതികൾ അതിന്റെ പുറകിലുണ്ടെങ്കിൽ, ദൈവഹിതം അതിന്റെ പുറകിലുണ്ടെങ്കിൽ, ദൈവനാമത്തിന്റെ മഹത്വം അതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഞാൻ ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. സ്തോത്രം. 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പൗലോസ് സ്തോത്രം തെസ്സലോനിക്ക സഭയിൽ തെസ്സലോനിക്ക എന്ന് പറഞ്ഞ പട്ടണത്തിലേക്ക് കടന്നു വരികയും അവിടെ ദൈവത്തിന്റെ വചനം സിനഗോഗിൽ പ്രസംഗിച്ച് അവിടെ ഒരു സഭയുടെ ആരംഭം കുറിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നതായ ഭാഗം 2 തെസ്സലോനിക്ക ലേഖനമാണ്. 2 തെസ്സലോനിക്ക ലേഖനം പൗലോസിനാൽ എഴുതിയതാണ്. നമുക്കറിയാം ഈ 1 തെസ്സലോനിക്ക ലേഖനം പഠിക്കുന്ന നമുക്ക് 2 തെസ്സലോനിക്ക ലേഖനവും അതിന്റെ പശ്ചാത്തലം നമുക്ക് നന്നായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം പൗലോസ് എഴുതുമ്പോൾ അതിന്റെ അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ പൗലോസ് നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയിൽ വായിച്ചതുപോലെ പൗലോസ് തെസ്സലോനിക്ക സ്ഥലത്ത് നിന്നും ബെരോവയിലേക്ക് എത്തുന്നു. ബെരോവയിൽ നിന്നും പൗലോസ് ഏഥൻസിലേക്ക് അഥേനയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പൗലോസ് കൊരിന്ത്യയിലേക്ക് പോവുകയാണ്. പൗലോസിന്റെ കൂടെ ശീലാസും അതുപോലെ തിമോത്തിയോസും ഈ പറഞ്ഞ യാത്രകളിലെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ താൻ സ്തോത്രം ഏഥൻസിൽ എത്തിയ ശേഷം പൗലോസ് തിമോത്തിയോസിനെ തിരിച്ച് തെസ്സലോനിക്കയിലേക്ക് വിടുകയും ഷീലാസിനെ താൻ ഫിലിപ്പിയിലേക്കും വിടുന്നതായി കാണാൻ കഴിയുന്നു. കാരണം ഈ പ്രവർത്തിച്ച സഭകളുടെ റിപ്പോർട്ട് അറിയാൻ വേണ്ടിയും അവിടുത്തെ വിശ്വാസികൾ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി പൗലോസ് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഇവരെ വിടുകയാണ്. എന്നാൽ ഈ തിമോത്തിയോസ് തെസ്സലോനിക്ക സഭയിലേക്ക് പോയ ശേഷം അവിടുത്തെ റിപ്പോർട്ടുമായിട്ട് വീണ്ടും പൗലോസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് പൗലോസ് കൊരിന്ത്യയിലാണ്. പൗലോസ് ഏഥൻസിൽ നിന്നും കൊരിന്ത്യയിലേക്ക് വന്ന ശേഷമാണ് ഈ പറയുന്ന തിമോത്തിയോസ് തെസ്സലോനിക്കയിൽ നിന്നും പൗലോസിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് കൊരിന്ത്യ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുന്നതാണ് 1 തെസ്സലോനിക്ക ലേഖനം. അപ്പോൾ നമ്മൾ 1 തെസ്സലോനിക്ക ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് തിമോത്തിയോസ് നിങ്ങളുടെ അടുക്കൽ വന്ന ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ അറിയിച്ചു. അതിന്റെ വെളിച്ചത്തിലാണ് പൗലോസ് കൊരിന്ത്യ സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്തോത്രം 1 തെസ്സലോനിക്ക ലേഖനം ആ സഭയ്ക്ക് വേണ്ടി എഴുതുന്നത്. അതേ തുടർന്ന് പിന്നീട് ഈ 1 തെസ്സലോനിക്ക ലേഖനം അവർക്ക് എഴുതി കൊടുത്ത ശേഷം പിന്നീട് വീണ്ടും പൗലോസിന് അറിയുവാനിടയായി തെസ്സലോനിക്ക സഭയിൽ മറ്റു ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു എന്നത് മനസ്സിലാക്കിയതിനു ശേഷം താൻ വീണ്ടും ഒരു ലേഖനം കത്ത് ആ സഭയ്ക്ക് എഴുതുന്നതാണ് 2-ാമത്തെ തെസ്സലോനിക്ക ലേഖനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് 2-ാം തെസ്സലോനിക്ക ലേഖനത്തിന്റെ സ്തോത്ര പശ്ചാത്തലമായി നമുക്ക് കാണാൻ കഴിയുന്നത്. AD 51
ഏകദേശം ആമേൻ ഫസ്റ്റ് തെസ്സലോനിക്കസ് എഴുതിയെന്ന് കാണാൻ കഴിയുന്നാൽ അതിനോട് ചേർന്ന് ആമേൻ AD 52 അല്ലെങ്കിൽ 53 തുടക്കത്തിലായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ആമേൻ സ്തോത്രം. ആമേൻ 2 തെസ്സലോനിക്ക ലേഖനം എഴുതിയെന്നും നമുക്ക് ആമേൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. അപ്പോൾ നമുക്ക് 2 തെസ്സലോനിക്ക ലേഖനമാണ് അല്പനേരം ചിന്തിപ്പാനായിട്ട് പോയത്. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒരു ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പല കാര്യങ്ങളെ കുറിച്ച് ആമേൻ തെസ്സലോനിക്കരെ ആമേൻ പുകഴ്ത്തിക്കൊണ്ടും അല്ലെങ്കിൽ ആമേൻ അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ സ്നേഹം, ഇതെല്ലാം ആമേൻ ആഴമായി ആമേൻ അതിനെ ആമേൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പൗലോസ് അവിടെ എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ യേശു കർത്താവിന്റെ ആമേൻ വരവിനെ കുറിച്ച്, അതായത് രഹസ്യ വരവ്, റാപ്ചർ, ഉൽപ്രാവണത്തെ കുറിച്ചും തെസ്സലോനിക്ക ലേഖനത്തിൽ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം അവരെ ആമേൻ എഴുതി അറിയിച്ച് അവരെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ് 1 തെസ്സലോനിക്ക ലേഖനം എഴുതി കൊടുത്തത്. എന്നാൽ അതിനുശേഷം ചില വർഷങ്ങൾ, ചില മാസങ്ങൾ, ചില വർഷങ്ങളല്ല, അല്പം നാളുകൾക്ക് ശേഷം തെസ്സലോനിക്ക സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ആമേൻ പൗലോസിന് ആമേൻ ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ അല്ലെങ്കിൽ മറ്റ് സഹോദരന്മാരിൽ കൂടെ അറിയുവാനായിട്ടിടയായി. അതിന്റെ പശ്ചാത്തലം എന്തെന്നാൽ ആമേൻ പല പീഡകൾ ആ സഭയിലേക്ക് കടന്നു വന്നു. പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ ആ സഭയിൽ ഓരോ വിശ്വാസികൾ നേരിടേണ്ട വന്നു. ആ ബുദ്ധിമുട്ടുകൾ നിമിത്തം പലരും തളർന്നു പോകുവാൻ, പലരും വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം പൗലോസിന് അറിയാനിടയായി. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവർക്ക് പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനിടയായി. കർത്താവിന്റെ വരവ് സംഭവിച്ചു പോയോ, അതോ എന്താണ് എന്നുള്ള പല ആശയക്കുഴപ്പങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വരുവാനിടയായി. മൂന്നാമതായിട്ട് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ അവർക്ക് സ്തോത്രം അവർക്കുണ്ടായി. ഇതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട്, ഇതിനെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് 2 തെസ്സലോനിക്ക ലേഖനം പൗലോസ് അവിടെ എഴുതുന്നത്. സ്തോത്രം. നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് വേഗത്തിൽ ചിന്തിച്ച് ഇരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാമത്തെ അധ്യായം 1-ാമത്തെ പ്രശ്നമാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ പീഡകൾ അവിടെ കടന്നു വന്നതായി ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന് പശ്ചാത്തലമായിട്ട് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ അത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പൗലോസ് ആദ്യത്തെ ലേഖനം എഴുതുമ്പോൾ 2-ാം അധ്യായത്തിന്റെ സ്തോത്രം 14 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2-ന്റെ 14 മുതൽ. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുവേശുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ച തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങൾ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ ഉഴുത്തു വന്നിരിക്കുന്നു. സ്തോത്രം. അതിന്റെ നമ്മൾ 14, 15, 16 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ സഭ വലിയ പ്രയാസത്തിൽ കൂടെ അല്ലെങ്കിൽ പീഡനത്തിൽ കൂടെ കടന്നുപോയി എന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിലും നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. സ്തോത്രം. നമുക്ക് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഒന്ന് പോകാം. സ്തോത്രം. 17-ന്റെ 5-ാമത്തെ വാക്യം. 17-ന്റെ 5-ാമത്തെ വാക്യം. അവിടെ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നു. അവിടെ ആ സഭ നേരിട്ട ഒരു പ്രയാസത്തെയാണ് നമ്മൾ വായിച്ചത്. പൗലോസ് ആ സമയത്ത് അവിടെ നിന്ന് മാറിയിരുന്നാൽ അവിടെ വലിയ സ്തോത്രം ഒരു കമോഷൻ, വലിയ ഒരു പ്രയാസമുണ്ടാക്കി പട്ടണത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് ആ തെസ്സലോനിക്ക സഭയ്ക്കെതിരെ ഒരു പീഡനം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ 13-ാമത്തെ വാക്യം, അതേ അധ്യായത്തിൽ 17-ന്റെ 13-ാമത്തെ വാക്യം. സ്തോത്രം. ഈ
തെസ്സലോനിക്ക സഭയിൽ പ്രശ്നമുണ്ടാക്കിയവർ തന്നെ ബെരോവയിലും, അതായത് പൗലോസ് തെസ്സലോനിക്ക സഭയിൽ നിന്നും അല്ലെങ്കിൽ ആ ദേശത്തു നിന്നും അടുത്ത പോയ സ്ഥലം ബെരോവയായിരുന്നു. എന്നാൽ അവിടെയും ഈ പ്രശ്നക്കാർ വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെ വളരെ ഉറപ്പായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ തെസ്സലോനിക്ക സഭയിൽ വളരെ പീഡനത്തിൽ കൂടെയാണ് ഈ സഭ കടന്നുപോയത്. പൗലോസ് സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ച സ്ഥലമാണ്. പക്ഷേ അവർ പലവിധമായ പ്രയാസം അവരിൽ കൂടെ അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടു. അപ്പോൾ അത് പൗലോസ് മനസ്സിലാക്കി അവരെ വീണ്ടും രണ്ടാമത്തെ ലേഖനത്തിൽ കൂടെ വീണ്ടും അവർ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോൾ അവരുടെ വിശ്വാസം അല്പമായി പുറകോട്ട് പോകുന്നതായി, ദൈവസ്നേഹം അല്പമായി പുറകോട്ട് പോകുന്നതായിട്ട് പൗലോസ് ദൈവാത്മാവിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് ദൈവം വീണ്ടും അവരെ ഓർപ്പിപ്പിച്ച് ഉണർത്തുകയാണ്. അതാണ് നമ്മൾ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് അന്ന് വായിച്ചു പോകാം. സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാം പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാവണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു. ആദ്യം തന്നെ പൗലോസ് അവരുടെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ദൈവ സ്നേഹം, അതുപോലെ തന്നെ സ്തോത്രം അടുത്ത് വായിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചതായി ഞങ്ങൾ അറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണ് ആദ്യം പൗലോസ് അവിടെ എഴുതുന്നത്. എന്നാൽ അതിനുശേഷം താഴോട്ട് വായിച്ചു വരുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ സഹിക്കുന്ന സകല ഉപദ്രവങ്ങളിലും കഷ്ടങ്ങളിലുമുള്ള നിങ്ങളുടെ സഹിഷ്ണുതയും വിശ്വാസവും നിമിത്തം ഞങ്ങൾ ദൈവത്തിന്റെ സഭകളിൽ നിങ്ങളെ ചൊല്ലി പ്രശംസിക്കുകയാണ്. സ്തോത്രം. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതി വിധിക്ക് അടയാളമാകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് ആ സഭയോട് അറിയിക്കുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ, ഉപദ്രവങ്ങൾ, സ്തോത്രം, അവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നു, ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാണെന്നാണ് ഇവിടെ പൗലോസ് ആ സഭയ്ക്ക് എഴുതി അറിയിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും കഷ്ടവും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നിലകളിൽ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ദൈവവചനം സംബന്ധിച്ച് യേശുവിനെ വിശ്വസിച്ചത് മൂലമായി, കർത്താവിനെ വിശ്വസിച്ചതിന്റെ ഫലമായി നമ്മൾക്ക് പലപ്പോഴും ഒരുപക്ഷെ വേദനകളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ സ്തോത്രം, നമുക്ക് യഥാർത്ഥ സന്തോഷമല്ല തോന്നുന്നത്, തീർച്ചയായും നിരാശ തോന്നും. ഈ വിശ്വാസ മാർഗത്തിൽ വന്നതുകൊണ്ടാണല്ലോ ഞാൻ ഈ പ്രയാസം അനുഭവിക്കുന്നതെന്ന് തീർച്ചയായും നമുക്ക് പല ചിന്തകൾ കടന്നു വരാം. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാണെന്നാണ് നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്. കാരണം ഒന്നാമത് നമ്മൾ ആദ്യം ചെയ്യേണ്ട, ദൈവത്തിന്റെ വചനം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം, ദൈവ രാജ്യത്തിന് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ യോഗ്യന്മാരായി എണ്ണിയത് കൊണ്ടാണ് ദൈവം അത് നീതിയുള്ള വിധിക്ക് അടയാളമെന്ന് കർത്താവ് പറയുന്നത്. നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ, കഷ്ടം അനുഭവിക്കുമ്പോൾ, അപ്പോസ്തലന്മാർ ചെയ്ത മാതൃക തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിന് നമ്മൾ യോഗ്യന്മാരായി എണ്ണിയത് കൊണ്ടാണ് ഈ പ്രയാസത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നതിന്റെ ഒരു കാരണം ദൈവം സ്തോത്രം, ദൈവരാജ്യത്തിൽ നമ്മൾ കടന്നു വന്നത് അത് ഒരു ഭാഗ്യമായി, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഭാഗ്യമായി നമ്മൾ എണ്ണുന്നത് കൊണ്ടാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തോത്രം, നമ്മൾ അതിന്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് ഒരു വാക്യം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാരെ ഈ യഹൂദന്മാര് സ്തോത്രം അടിച്ചപ്പോൾ, അവരെ പേഴ്സിക്യൂട്ട് ചെയ്ത സമയത്ത് അപ്പോസ്തലന്മാര് സ്തോത്രം അവരുടെ ഒരു മനോഭാവം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു, അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യന്മാരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു പോയി. യേശുവിന് വേണ്ടി സ്തോത്രം അനുഭവിക്കുന്ന കഷ്ടങ്ങളും അപമാനങ്ങളും സ്തോത്രം അത് യോഗ്യന്മാരായി
അമേൻ എണ്ണപ്പെടുകയാൽ അമേൻ അവർ സന്തോഷിച്ചാണ് അവർ അവിടെ നിന്ന് കടന്നു പോകുന്നത്. അമേൻ സ്തോത്രം. കാരണം അമേൻ സ്തോത്രം, ദൈവനാമത്തിന് വേണ്ടി നമുക്ക് അമേൻ സ്തോത്രം സഹിപ്പാൻ ദൈവം ഒരുക്കുന്നതെല്ലാം അത് ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്കാണെന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം അമേൻ തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേൻ സഭയുടെ അമേൻ അവസ്ഥയിൽ പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ അമേൻ സ്തോത്രം, നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അമേൻ ലോകപ്രകാരം പെറ്റീഷൻസും അതുപോലെ നിയമ നടപടികൾക്കെല്ലാം ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. എന്നാൽ അപ്പോസ്തലന്മാരുടെ കർത്താവിന്റെ മാതൃകയാണ് അമേൻ ദൈവസഭ അമേൻ പൂർണ്ണമായും അമേൻ സ്തോത്രം അമേൻ ഫോളോ ചെയ്യേണ്ടത്, അനുസരിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ദൈവവചനം പറയുന്നു, ഇവിടെ അവർ കടന്നു പോകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അമേൻ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ അമേൻ അവരെ ചിന്തിക്കേണ്ടത്, അവർ വിചാരിക്കേണ്ടത് അമേൻ നമ്മളെ ദൈവം യോഗ്യന്മാരായി എണ്ണി എന്നതാണ് അവർ മനസ്സിലാക്കേണ്ടത്. അമേൻ സ്തോത്രം. അതേ തുടർന്ന് തൊട്ട് താഴെ മറ്റൊരു ഭാഗം കൂടെ നമ്മൾ വായിച്ചു വരുമ്പോഴാണ് അമേൻ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ അമേൻ സ്തോത്രം അത് ദൈവഹിതപ്രകാരമാണ് എന്നത് നമുക്ക് കാണാനായി കഴിയുന്നത്. 1-ാം അധ്യായത്തിന്റെ അമേൻ സ്തോത്രം അമേൻ അവിടെ അമേൻ നമ്മള് അമേന്റെ പ്രൈസ് ദി ലോർഡ് 11 അമേൻ സ്തോത്രം അമേൻ 11 12 വാക്യം വായിച്ച് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. അമേൻ സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു. അമേൻ സ്തോത്രം. ദൈവം സഹോദരിയുടെ മൈക്ക് കേൾക്കുന്നില്ലായിരുന്നു. ഞാനത് വായിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യന്മാരായി എണ്ണി സൽഗുണത്തിനുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്നും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആമേൻ സ്തോത്രം. നമ്മൾ ആദ്യം വായിച്ചത് ആമേൻ കഷ്ടത്തിൽ കൂടെ കടന്നുപോയ, വേദനയിൽ കൂടെ കടന്നുപോയ, അപമാനത്തിൽ കൂടെ കടന്നുപോയ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പൗലോസ് അമേൻ പറയുന്നത്, ആമേൻ നമ്മൾ ഓരോരുത്തരും അമേൻ നിങ്ങൾ ഓരോരുത്തരും ആമേൻ സ്തോത്രം അമേൻ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് അമേൻ നമ്മൾ വായിച്ചു പോയതുപോലെ അമേൻ സ്തോത്രം നിങ്ങൾ ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി അമേൻ നിങ്ങൾ എണ്ണണം. അമേൻ അത് ഓരോ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ഓരോ വിശ്വാസികളും നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ എണ്ണേണ്ട ഒരു കാര്യം ദൈവം എനിക്ക് നൽകിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഞാൻ അതിനുവേണ്ടി ദൈവസ്ഥലത്ത് സമർപ്പിക്കുന്നു. ആ ഒരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം യോഗ്യന്മാരായി ദൈവം ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണണമെന്ന് ആദ്യം പറഞ്ഞിട്ട് തൊട്ട് താഴെ ദൈവം പറയുകയാണ് ദൈവം എണ്ണുകയാണ്. പിന്നീട് എന്താണ് ദൈവം എണ്ണുന്നത്? ദൈവം തന്റെ വിളിക്ക് യോഗ്യന്മാരായി നിങ്ങളെ എണ്ണുകയാണെന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ വേദനകളാകട്ടെ, ദുഃഖങ്ങളാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, അതെല്ലാം ദൈവഹിതപ്രകാരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, എന്റെ പൈതൽ, എന്നെ വിളിച്ചപേക്ഷിക്കുന്ന എന്റെ ഓരോ പൈതങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികളും ഓരോ ദൈവമക്കളെയും ദൈവം പറയുന്നു, അവരെ ദൈവം തന്റെ വിളിക്ക് യോഗ്യന്മാരായ ദൈവം എണ്ണുകയാണ്. അപ്പോൾ ദൈവത്തിന് അവർ അഭിമാനമാണുള്ളത്. ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ദൈവത്തെ തള്ളിപ്പറയാതെ, ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവസന്നിധിയിൽ നിലനിന്നു എന്നുള്ളതായ ആ വലിയ ആ ഒരു സ്തോത്രം ദൈവം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവം പറയുന്നു തന്റെ വിളിക്ക് യോഗ്യന്മാരായ എന്ന് ദൈവം എണ്ണുകയാണ്. നമുക്കറിയാം. അപ്പോ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ദൈവമെന്ന് വിളിപ്പാൻ ദൈവം ലജ്ജിക്കുന്നില്ല. എന്താണ് കാരണം? ദൈവസന്നിധിയിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് കടന്നു പോകുന്നത്. ഇപ്പൊ തെസ്സലോനിക്ക സഭ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നു, വേദനയിൽ കൂടെ കടന്നു പോകുന്നു. അവർക്ക് തുണയായി ഒരുപക്ഷെ ആരും ഉണ്ടാകില്ലായിരിക്കാം. സ്തോത്രം. നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടിൽ
സഭകളെല്ലാം ഉടലെടുക്കുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുവാൻ ഒരുപക്ഷെ മറ്റു സഭകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ അതിന്റെ എല്ലാം നടുവിൽ അവരെ ദൈവം നടത്തുമ്പോൾ, ആ വേദന കൂടെ എല്ലാം നടത്തുമ്പോൾ അവരത് വിശ്വസിക്കുകയാണ്. എന്താണ്? സ്തോത്രം, ദൈവം ഞങ്ങളെ സ്തോത്രം യോഗ്യന്മാരായി എണ്ണിയത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുന്നത്. ആ ഒരു അനുഭവത്തിൽ കൂടെ അവർ കടന്നു പോകുമ്പോൾ ദൈവം അവരെ കുറിച്ച് പറയുകയാണ്, സ്തോത്രം, സ്തോത്രം, തന്റെ വിളിക്ക് യോഗ്യന്മാരായി എണ്ണി എന്ന് ദൈവം അവരെ കുറിച്ചും കൂടെ പറയുകയാണ്. അപ്പോൾ നാം സന്തോഷത്തോടെ എണ്ണുമ്പോൾ ദൈവം തിരിച്ചു പറയുകയാണ്, ഞാൻ അവരെ വിളിച്ചത് നല്ലതിനു വേണ്ടിയായിരുന്നു, ഞാൻ അവരെ കൊണ്ടുവന്നത് നല്ലതിനു വേണ്ടിയാ എന്ന് ദൈവം അവിടെ സാക്ഷി പറയുകയാണ്. നമ്മുടെ സാക്ഷ്യം ദൈവം അവിടെ അപ്രൂവ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, നമുക്ക് ഒരുപക്ഷെ ആ മറുപടികൾ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കില്ലായിരിക്കാം. പക്ഷേ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ, കർത്താവിന്റെ സന്നിധി നമ്മൾ എത്തിച്ചേരുമ്പോൾ ദൈവം തീർച്ചയായും സ്തോത്രം, അവരുടെ ദൈവമെന്ന് വിളിപ്പാൻ ലജ്ജിക്കാത്ത ദൈവം നമ്മളെയും സകല വിശുദ്ധന്മാരുടെ മുൻപാകെ നമ്മൾ കടന്നുപോയതായ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്തു, നമ്മുടെ മനോഭാവം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സ്തോത്രം, അത് നല്ലതെന്ന് നമ്മൾ എണ്ണിയത് കൊണ്ട്, അത് യോഗ്യന്മാരായി നമ്മൾ എണ്ണിയത് കൊണ്ട്, ദൈവഹിതപ്രകാരം അത് എണ്ണിയത് കൊണ്ട് ദൈവം സ്വർഗത്തിലും അത് സ്തോത്രം നമുക്ക് പ്രശംസയ്ക്ക് കാരണമായി തീരുമെന്നത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. സ്തോത്രം, അതാണ് 1-ാമത്തെ അധ്യായത്തിൽ കൂടെ പൗലോസ് ആ സഭയ്ക്ക് എഴുതി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്തോത്രം, അവർ കടന്നു പോകുന്ന കഷ്ടതയിൽ അവർ ഒരിക്കൽ പോലും തളർന്നു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിന്റെ അക്ഷരത്തിൽ കൂടെ അവരെ അറിയിക്കുകയാണ്. സ്തോത്രം, നമുക്കറിയാം അവിടെ ആ അധ്യായത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കെല്ലാം ഒരു ഉത്തരം ദൈവം സമയത്തിന് നൽകുമെന്നതും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കവിടെ അതിന്റെ സ്തോത്രം, അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നു, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്നെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങളിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അവിടെ പൗലോസ് വളരെ വ്യക്തമായി എഴുതുകയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന പീഡകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പീഡകളുടെ പുറകിൽ ആരൊക്കെയാണ് എന്ന് ദൈവത്തിന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ നാം അല്ല വിധിക്കേണ്ടത്, ദൈവമാണ് വിധിക്കേണ്ടത്. ദൈവത്തിന് ആ സമയം നമ്മൾ വിട്ടുകൊടുക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇന്നത്തെ ആനുകാലിക ജീവിതത്തിൽ, ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിലും നമ്മൾ കടന്നു പോകുന്നതായ അവസ്ഥകൾക്ക് ചിലപ്പോൾ ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം, ചില വ്യക്തികൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ആ ജഡ്ജ്മെന്റ് നാം അല്ല ചെയ്യേണ്ടത്, ദൈവത്തിന് അതിന് ഇടം കൊടുക്കുവിൻ. ദൈവത്തിന് അത് പ്രവർത്തിപ്പാനായി നാം ഇടം കൊടുക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. പെർസിക്യൂഷനിൽ, നമ്മളുടെ ട്രിബുലേഷനിൽ, നമ്മുടെ വേദനകളിൽ നമ്മുടെ മനോഭാവം ഒന്നും കൂടെ പരിശോധിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരോടും നമുക്ക് വിരോധം ഉണ്ടാകാതെ, ആരോടും ശത്രുത മനോഭാവം ഉണ്ടാകാതെ സ്തോത്രം, അതിന്റെ എല്ലാം പിൻപിൽ അത് നന്മയ്ക്കാണെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തിന്റെ വിധിക്കായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്ന് തെസ്സലോനിക്ക സഭയിൽ തെസ്സലോനിക്ക സഭയിൽ 1-ാം അധ്യായത്തിൽ അവരെ പുകഴ്ത്തിക്കൊണ്ട് പൗലോസ് പല കാര്യങ്ങളും എഴുതിയ ശേഷം പിന്നീട് അവർക്കുണ്ടായ പല പീഡനങ്ങളിൽ അവരുടെ മനോഭാവങ്ങൾക്ക് ശകലം ഇളക്കം തട്ടുവാനായിടയായി. അവർ സ്തോത്രം, അവർക്ക് മറ്റുള്ളവരോട് സ്തോത്രം ഒരു വൈരാഗ്യ മനോഭാവം ഉണ്ടാകാൻ, ശത്രുത മനോഭാവം ഉണ്ടാകുവാനുള്ള കാരണം ദൈവത്തിന്റെ ആത്മാവ് അറിഞ്ഞുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ കഷ്ടതകളിൽ അത് നിങ്ങൾ അത് ദൈവഹിതപ്രകാരമാണെന്ന് എണ്ണിക്കൊണ്ട് അത് സ്തോത്രം ദൈവം അത് നൽകിയതാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് സ്തോത്രം, അത് ദൈവരാജ്യത്തിന് നിങ്ങളെ യോഗ്യന്മാരായി എണ്ണി എന്ന മനോഭാവത്തിൽ ജീവിക്കണമെന്നതാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത്. അപ്പോൾ അതാണ് 1-ാമത് പൗലോസ് സ്തോത്രം അവരുടെ ആ സഭയുടെ 1-ാമത്തെ വിഷയം അഡ്രസ് ചെയ്തുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അത് കഴിഞ്ഞാൽ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, പൗലോസ് മറ്റൊരു കാര്യം കൂടെ ആ സഭയെ കുറിച്ച് എഴുതുകയാണ്.
ആമേൻ സ്തോത്രം. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആ സഭയിൽ ഒത്തിരി കൺഫ്യൂഷൻസ്, ഒത്തിരി ആമേൻ ആശയക്കുഴപ്പങ്ങൾ അവരുടെ ഹൃദയത്തിൽ കൂടെ മനസ്സിൽ കൂടെ കടന്നു പോകുവാനിടയായി. അതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പശ്ചാത്തലം കാണുവാനായിട്ട് കഴിയും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനെയോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആമേൻ സ്തോത്രം. ഇത് പൗലോസ് പറയുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വളരെ വ്യക്തമായി 5-ാം അധ്യായത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചാൽ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ വായിച്ചു വന്നാൽ, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലോ. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവൻ അല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ആമേൻ സ്തോത്രം. അതിനോട് ചേർന്ന് തന്നെ ആമേൻ സ്തോത്രം നമ്മൾ വായിക്കുന്നത് പ്രൈസ് ദി ലോർഡ് 4-ന്റെ അത് പൗലോസ് പറഞ്ഞ ശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ മറ്റൊരു ഭാഗം കാണുന്നുണ്ട്. നമ്മൾ വായിച്ചു വരുന്നത് സഹോദരന്മാർ 4-ന്റെ 13 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവേശുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ഇരിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശിച്ചുകൊള്ളുവിൻ. അതിനുശേഷമാണ് വീണ്ടും കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന് നാൾ വരുന്നു എന്നത് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുന്നത്. അപ്പോൾ പൗലോസ് വളരെ വ്യക്തമായി 1-ാമത്തെ ലേഖനത്തിൽ യേശു കർത്താവിന്റെ വരവിനെ കുറിച്ച് ആ പ്രത്യാശ വിശ്വാസികൾ ഉണ്ടാകുവാൻ തക്കവണ്ണം എഴുതി അയച്ചതാണ്. എന്നാൽ ആ എഴുത്ത് ലഭിച്ചതിന് ശേഷം അവരുടെ ഇടയിൽ കള്ളുപദേശങ്ങൾ, കള്ളപ്രവാചകന്മാർ പല എഴുത്ത് മുഖാന്തരം അല്ലെങ്കിൽ പല വചനങ്ങൾ മുഖാന്തരം അവരുടെ ഇടയിലേക്ക് കടന്നു വന്ന് അവരുടെ വിശ്വാസത്തെ മാറ്റിക്കളയുന്നതായി കാണാൻ കഴിഞ്ഞു. അവരെന്താ വിശ്വസിച്ചെന്ന് ചോദിച്ചാൽ അവർ ആയിരിക്കുന്ന ഈ കാലഘട്ടം അവർ ജീവിക്കുന്ന ഈ കാലഘട്ടം യേശു കർത്താവ് വന്നു കഴിഞ്ഞുപോയി. അവരാരും എടുക്കപ്പെട്ടില്ല. അവർ ട്രിബുലേഷൻ പീരീഡിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അവർ വിശ്വസിച്ചു കൊണ്ടിരുന്നത്. വളരെ വേഗത്തിലാണ് അവരുടെ വിശ്വാസം ഷിഫ്റ്റ് ചെയ്തത്. കാരണം കർത്താവ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് 1-ാം ലേഖനത്തിൽ എഴുതി കൊടുത്തതാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി, കർത്താവിന്റെ രഹസ്യ വരവ്, റാപ്ചറിനെ കുറിച്ച്, ഉൾപ്രാവണത്തെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതി കൊടുത്ത ശേഷം പിന്നീട് അല്പമാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായി. കർത്താവ് വന്നു പോയി. ഞങ്ങൾ ആരും പോകാതെ ഇന്ന് ഞങ്ങൾ ആ ട്രിബുലേഷൻ പീരീഡിലേക്ക് കടന്നിരിക്കുകയാണ്. അതാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വലിയ ഭയവും വലിയ നിരാശയും എന്ന് ഈ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് എഴുതി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് വായിക്കുന്നത്. നിങ്ങൾ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുതെന്ന് പൗലോസ് അവിടെ എഴുതുകയാണ്. എന്നിട്ട് ശേഷം പൗലോസ് അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്? ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ എഴുതി വെക്കുകയാണ്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വിടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിലും ഇത് തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നമുക്കറിയാം ഇത് ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം ആന്റിക്രൈസ്റ്റിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആന്റിക്രൈസ്റ്റ് വെളിപ്പെടുന്നതിന് മുൻപ് തന്നെ സ്തോത്രം, സഭ
ആമേൻ സ്തോത്രം ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടും എന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ തെറ്റിദ്ധരിക്കുവാനിടയായി. ആമേൻ. മറ്റ് പല ഉപദേശങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നത് മുഖാന്തരം അവർക്ക് വിവേചിപ്പാൻ കഴിയാതെ വണ്ണം അവർ ഇളകിയതായി കാണാൻ കഴിയുന്നു. ദൈവമക്കളെ, ആമേൻ, അവിടെ പൗലോസ് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞ സത്യം നിങ്ങൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്നതാണ് ആമേൻ അവിടെ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഭാഗങ്ങൾ താഴോട്ട് വരുമ്പോൾ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴോ വ്യാപരിക്കുന്നു, ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. അപ്പം പൗലോസ് ഇത് എഴുതി കൊടുക്കുമ്പോൾ കർത്താവിന് വരവിന് ശേഷം വെളിപ്പെടുവാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ ആ ഡെസ്റ്റിനി, തന്റെ അവസാനം ഇവിടെ പൗലോസ് ലേഖനത്തിൽ കൂടെ എഴുതി അയക്കുകയാണ്. അപ്പോൾ ഈ വിശ്വാസികളെ വീണ്ടും പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു പ്രത്യാശ നിങ്ങൾക്കുണ്ടാകണം. പക്ഷേ അത് ദൈവവചനപ്രകാരമുള്ള പ്രത്യാശയായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലല്ല നിങ്ങൾ ആയിരിക്കുന്നത്. കർത്താവിന് വരെ എപ്പോൾ വേണമെങ്കിലും വരും. പക്ഷേ ആ വരവിൽ എടുക്കപ്പെടുവാനാണ് നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നതാണ് പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മളോടുള്ള ബന്ധത്തിൽ, ഇന്നത്തെ ആനുകാലിക ജീവിതത്തോടുള്ള ബന്ധത്തിലും നമുക്കും പഠിക്കാനുള്ള ഒരു കാര്യം, സ്തോത്രം, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമുക്കും ഉണ്ടാകണം. നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന വചനം കേൾക്കുന്ന അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള കർത്താവ് വിളിച്ച് വേർതിരിച്ച മണവാട്ടി സഭ കർത്താവിന്റെ കാഹള ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ്. കാഹളം മൂതുന്ന കാഹളം ധ്വനിക്കുന്ന ആ വേളയിൽ നമ്മളെല്ലാം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുവാനുള്ളവരാണ്. സ്തോത്രം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിശ്വസിക്കാം, നാം ഇരിക്കുന്ന ഈ ഇരിപ്പിൽ തന്നെ കാഹളം ഊതിയാൽ നമ്മൾ ഇരിക്കുന്ന ഇടം വിട്ട് നമ്മൾ പറന്നു പോകേണ്ടവരാണ്. സ്തോത്രം. അതാണ് നമ്മുടെ പ്രത്യാശ. അതല്ലാതെ നമ്മൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് അടിമപ്പെടുവാനല്ല ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. പൗലോസ് തന്നെ അവിടെ എഴുതി വെക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവിടെ വായിച്ചു വരുമ്പോൾ സ്തോത്രം 2-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ എഴുതുന്നു, പ്രൈസ് വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 2-ാം അധ്യായത്തിൽ സ്തോത്രം സ്തോത്രം നമ്മൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് വായിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ. അപ്പൊ പൗലോസ് ഇതെല്ലാം അവർക്ക് എഴുതി അറിയിച്ചതാണ്. സ്തോത്രം. അവരോട് ഈ കൂടെ ഇരുന്നപ്പോഴും പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ പിന്നത്തേതിൽ അവർ മറന്നുപോയതായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവവചനം നമ്മൾക്കെല്ലാം മറവി വളരെ സ്തോത്രം ഒരു ജെന്യുവിനായി വളരെ സത്യസന്ധമായി നമ്മളെല്ലാം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദൈവവചനം വീണ്ടും ഓർക്കുവാനും വീണ്ടും അത് ചിന്തിക്കുവാനുമുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ പ്രത്യാശ സംബന്ധിച്ച്. അല്ല എങ്കിൽ കർത്താവിന്റെ വരവിൽ നമുക്ക് ഒരുക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ഇന്ന് സഭകളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് തീർച്ചയായും പ്രസംഗിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ സജിപാസ് പറഞ്ഞതുപോലെ പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണം. ഇതെല്ലാം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് സഭയിൽ പ്രസംഗിക്കേണ്ടതായി. എന്നാൽ ഇന്നത്തെ സഭകളിൽ പ്രസംഗിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തിലെ കാര്യങ്ങളാണ്. ലോകത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയും, നമ്മൾക്ക് എന്തൊക്കെ ഭവിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ പ്രസംഗങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്നാണ് പാപത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ. ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം എന്നതാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ് ഈ 2-ാം ലേഖനത്തിൽ അവർക്ക് എഴുതി അറിയിക്കുമ്പോൾ അവരോട് ഇൻഡയറക്ട്ലി പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, നിങ്ങൾ മറന്നുപോയി. എന്നാൽ വീണ്ടും നിങ്ങളത് കേൾക്കുവാൻ, നിങ്ങൾ വീണ്ടും അത് ചിന്തിക്കുവാനുള്ള സ്തോത്രം മനോഭാവം നിങ്ങൾക്കുണ്ടാകണമെന്നതാണ് പൗലോസ് അവിടെ അറിയിക്കുന്നത്. അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മ നമ്മോട് സംസാരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള വചനങ്ങളായിരിക്കാം കർത്താവിന്റെ വരവിനെ കുറിച്ച്. എന്നാൽ വീണ്ടും പ്രത്യാശയായി നമ്മളെ തന്നെ ഒരുക്കേണ്ടതായ ആവശ്യകതയിലാണ് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അത് വളരെ അനിവാര്യമായ ഒരു ആവശ്യകതയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിക്കുന്നു, നമ്മുടെ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക്
എഴുതി അറിയിച്ചതാണ്, പക്ഷെ നിങ്ങൾ മറന്നുപോയി. ആമേൻ. നമുക്കവിടെ താഴെ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആമേൻ സ്തോത്രം, ആമേൻ, എന്തുകൊണ്ടാണ്, ആമേൻ സ്തോത്രം, അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിച്ചു വന്നാൽ, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷം നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൊള്ളാകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആമേൻ സ്തോത്രം. ദൈവമക്കളെ, ആമേൻ, ഇവിടെ പൗലോസ്, ആമേൻ, ഇവിടെ എഴുതി അറിയിക്കുമ്പോൾ, ആമേൻ, അവർക്ക് സംഭവിച്ചു പോയത് പൗലോസ് എഴുതി അറിയിക്കുകയാണ്. ആമേൻ, പലരിലും കർത്താവിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം, ആമേൻ, ദൈവവചനത്തിലേക്ക് അവർ കടന്നു വരാത്തത് കൊണ്ടാണ്. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു, വ്യാജത്തിന് മനസ്സ് വെക്കുന്ന ഏത് മനുഷ്യനും, അല്ലെങ്കിൽ സത്യം വിട്ട് മറ്റേതെങ്കിലും പുറകെ ആമേൻ ജനം കടന്നുപോയാൽ, ആമേൻ സ്തോത്രം, വ്യാജത്തിന്റെ ആത്മാവായിരിക്കും പിന്നെ അവിടെ വ്യാപരിക്കുന്നത്. ആമേൻ. അവിടെ എഴുതിയിട്ടുണ്ട്, അധർമ്മമൂർത്തിയുടെ ആമേൻ വ്യാപാരം ഇന്നേ ഭൂമിയിൽ ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അധർമ്മമൂർത്തിയുടെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, ആമേൻ, അധർമ്മമൂർത്തിയുടെ വ്യാപാരങ്ങൾ, അതിന്റെ ശക്തി പ്രഭാവങ്ങളെല്ലാം വെളിപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. അല്ല എങ്കിൽ തെസ്സലോനിക്ക സഭയ്ക്ക് സംഭവിച്ചതുപോലെ അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടവരും. എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക വീര്യപ്രവർത്തികളും അധർമ്മമൂർത്തിയുടെ വ്യാപാരത്തിൽ സംഭവിക്കുമ്പോൾ അതിന്റെ പുറകെയാണ് ജനം പോകുന്നതെങ്കിൽ, ആമേൻ, നമ്മൾക്ക് സത്യത്തെ നമ്മൾ വിട്ടകലുകയാണ്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നു, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ദൈവവചനമാണ് സത്യം എന്ന് പറഞ്ഞത്. ദൈവവചനം വിട്ട് നമ്മൾ മാറിപ്പോയാൽ, ദൈവവചനത്തിന്റെ ഫോക്കസ് വിട്ട് നാം മറ്റൊരു ഫോക്കസിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, ഡയറക്ഷനിലേക്ക് തിരിഞ്ഞാൽ, ആമേൻ, അത് അത്ഭുതങ്ങളുടെയും ആമേൻ അടയാളങ്ങളുടെയും ഒരു ലോകമാണ്. എന്നാൽ അതിലേക്ക് നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൽ വ്യാപരിക്കുന്നത് അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ തെസ്സലോനിക്ക സഭയ്ക്ക് ആ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ അവർക്ക് ആമേൻ ഭാഗികമായി നഷ്ടപ്പെട്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ കൂടെ അവിടെ എഴുതി വെക്കുകയാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിലും അത് അത് പ്രായോഗികമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മളുടെ ചുറ്റും പലവിധമായ പ്രാർത്ഥനകളും ഉപവാസങ്ങളും അതുപോലെ തന്നെ വലിയ കൺവെൻഷനുകൾ നടക്കുമ്പോൾ പലവിധമായ അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് നടക്കുന്നത്. അതിന്റെ എല്ലാം പുറകിൽ ആമേൻ സ്തോത്രം ദൈവവചനത്തെ നമ്മൾ ആമേൻ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ, ആമേൻ സ്തോത്രം, ആമേൻ ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു മീറ്റിംഗിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തിക്ക് നമ്മളും എന്തായി മാറുകയാണ്? വശീകരിക്കപ്പെടുന്നതായി ആമേൻ നമുക്ക് ആമേൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു വ്യാജത്തിന്റെ വ്യാപാര ശക്തിയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പ്രത്യാശ വീണ്ടും പുതുക്കപ്പെടാനായിട്ട് നമുക്ക് കഴിയുന്നത്. ആമേൻ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു പ്രസംഗത്തിലൂടെ കേട്ടതാണ്. ആമേൻ, യേശു കർത്താവ് ദേവാലയത്തിൽ കടന്നു വന്ന് ആമേൻ സ്തോത്രം, ആമേൻ പ്രൈസ് ദി ലോർഡ്, ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തക ചുരുളിൽ എടുത്തു വെച്ച് പ്രസംഗിക്കുന്ന ഒരു ഭാഗം അവിടെ ഒരു ദേവദാസൻ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിച്ച് വന്നപ്പോൾ അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. ആമേൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം എങ്ങനെയാണ്? ദരിദ്രന് എന്തിനാണ് സുവിശേഷം? ആമേൻ, ദരിദ്രന് കാശല്ലേ വേണ്ടത്? ആമേൻ, എന്തിനാണ് പിന്നെ സുവിശേഷം ദരിദ്രനോട് അറിയിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞത് സുവിശേഷം എന്നത് അത് പ്രോസ്പെരിറ്റിയാണ്. അതുകൊണ്ടാണ് ദരിദ്രന് സുവിശേഷം കൊടുക്കുന്നത്. ആമേൻ. അതുപോലെ ദൈവവചനത്തെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പല പ്രസംഗങ്ങളും ആമേൻ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവചനത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ, ആമേൻ, അത്ഭുതങ്ങളുടെ പുറകിലാണ് എങ്കിൽ നമുക്ക് ദൈവവചനത്തിന്റെ ഫോക്കസ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ആമേൻ തെസ്സലോനിക്ക സഭയോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നത്, ആമേൻ, നിങ്ങൾ സത്യത്തെ സ്നേഹിക്കണം. സത്യത്തെ സ്നേഹിക്കുമ്പോൾ മാത്രമേ സത്യം നമ്മളെ വഴി നടത്തുകയുള്ളൂ എന്നത് അവിടെ വളരെ വ്യക്തമായി ആമേൻ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ ആ അധ്യായത്തിൽ തന്നെ പൗലോസ് അവിടെ ആമേൻ ആ സഭയോട്, അല്ലെങ്കിൽ ആ തെസ്സലോനിക്ക സഭയോട് ഉപദേശിക്കുന്ന ചില ഭാഗങ്ങളോടെ വായിക്കാം. ആമേൻ ആ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ
ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഒന്നാമത് പൗലോസ് പറയുന്നു, ഇങ്ങനെയുള്ള ഈ വ്യാപാര ശക്തി ആമേൻ നടക്കുന്ന നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആമേൻ. അവിടെ നിങ്ങൾ സ്തോത്രം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ആമേൻ. ആത്മാവിന്റെ ആമേൻ വിശുദ്ധീകരണത്തിലും ആമേൻ സത്യത്തിലും ആമേൻ വിശ്വാസത്തിലും രക്ഷയ്ക്കായി നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തിന് എപ്പോഴും സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നത്. ആമേൻ. നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരായി, ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി, ദൈവവചനത്തിലുള്ള ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി, യേശു ക്രിസ്തുവിന്റെ രക്തം മൂലമുള്ള ശുദ്ധീകരണം പ്രാപിക്കുന്നവരായി നമ്മൾ അനുദിനം ആമേൻ കർത്താവിന്റെ സന്നദ്ധിയിൽ നിലനിൽക്കണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നമ്മൾക്ക് പ്രാർത്ഥന ആമേൻ നിരന്തരമായി ആമേൻ ഈ കാലഘട്ടത്തിൽ ഈ നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ്. ആമേൻ പ്രാർത്ഥിക്കുന്നത് ആമേൻ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ സ്തുതിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ രണ്ടാമത് പൗലോസ് ഇവിടെ പറയുന്നു, ആമേൻ സ്തോത്രം, സഹോദരന്മാരെ ആമേൻ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളുവിൻ. ആമേൻ. അതെന്തിനാണ് കാണിക്കുന്നത്? ദൈവവചനത്തെ മുറുകെ പിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് ദൈവവചനമാണ്. ഈ വചനത്തെ മുറുകെ പിടിച്ച് നിലനിൽക്കണം എന്നതാണ് പൗലോസ് അവിടെ ആമേൻ രണ്ടാമത്തെ ആമേൻ പ്രശ്നത്തിന് പരിഹാരമായി അവർക്ക് എഴുതി അറിയിക്കുന്നത്. ദൈവമക്കളെ ആമേൻ അന്ന് 1-ാം നൂറ്റാണ്ടിൽ അത്രമാത്രം പ്രയാസങ്ങളും അത്രമാത്രം വെല്ലുവിളികളും ആമേൻ അവരെ നേരിട്ടുവെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ എത്ര അധികമാണെന്ന് നമുക്ക് ചിന്തിക്കാനേ ആമേൻ നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം അധികമുണ്ടെന്ന് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. ആമേൻ. അതിന്റെ എല്ലാം നടുവിൽ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കണമെന്നത് ആമേൻ നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. സ്തോത്രം. ദൈവവചനത്തെ എത്രമാത്രം സ്നേഹിക്കേണ്ടതെന്ന് നമ്മൾ തന്നെ അറിയേണ്ടതായ ആവശ്യകതയാണ്. സ്തോത്രം. അതാണ് പൗലോസ് രണ്ടാമത് ആ സഭയ്ക്ക് എഴുതി അറിയിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ അവിടെ എഴുതി നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്. ചുരുക്കമായി പറഞ്ഞാൽ കർത്താവിന്റെ വരവ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. കർത്താവ് വന്നു കഴിഞ്ഞു പോയി. എന്നാൽ വലിയ ആ ഡേ ഓഫ് ട്രിബുലേഷനിൽ കൂടെ അല്ലെങ്കിൽ പീഡനത്തിൽ കൂടെ സഭ കടന്നു പോകുന്നത് പോലെ അവർ കടന്നു പോകുന്നു എന്നാണ് അവർ വിശ്വസിച്ചത്. വിശ്വസിക്കുവാൻ അവർക്ക് സ്തോത്ര പല ദുരുപദേശങ്ങൾ അവരുടെ ഇടയിൽ കടന്നു വന്നു. അടയാളങ്ങൾ അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് പലവിധമായ ഉപദേശങ്ങൾ അവരുടെ ഇടയിൽ വന്നതുകൊണ്ട് അവരുടെ വിശ്വാസം അല്പമായി ഇളകുവാൻ ഇടവന്നു. അപ്പോൾ പൗലോസ് വീണ്ടും എഴുതി അറിയിക്കുകയാണ്, ആമേൻ സ്തോത്രം, കർത്താവിന്റെ വരവിൽ തന്നെയാണ് സഭ എടുക്കപ്പെടേണ്ടത്, അതിനുശേഷമല്ല. എന്നാൽ നിങ്ങൾ വചനത്തിലേക്ക് മടങ്ങി വരണം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ പുറകിലല്ല നിങ്ങൾ പോകേണ്ടത്. സത്യത്തെ സ്നേഹിച്ച് അതിന്റെ പുറകിലേട്ടാണ് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യുവാനാണ് പൗലോസ് രണ്ടാമത് അവർക്ക് എഴുതി അറിയിച്ചത്. പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത്. പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ രക്ഷയ്ക്കായി സ്തോത്രം നിങ്ങളുടെ ശുദ്ധീകരണത്തിനായി നിങ്ങൾ എന്ത് ചെയ്യണം? സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണെന്ന് പൗലോസ് എഴുതി അറിയിക്കുകയാണ്. ഇനി 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാമത്തെ വിഷയമാണ് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. 3 വിഷയങ്ങളാണ് പൗലോസ് ആ സഭയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് ബോധിച്ച് ലേഖനത്തിൽ കൂടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്, അവർ പ്രശ്നങ്ങളിൽ കടന്നു പോയപ്പോൾ അവർ പുറകോട്ട് കർത്താവിനെ സ്തോത്രം അവരുടെ വിശ്വാസം പുറകോട്ട് പോകുവാനിടയായി, അവർ ഇളകുവാനിടയായി. അവരുടെ പീഡനങ്ങൾ കടന്നു വന്നപ്പോൾ അവർ തണക്കുവാനിടയായി. അപ്പൊ പൗലോസ് വീണ്ടും അറിയിച്ചു കടന്നു പോകുമ്പോൾ യോഗ്യന്മാരായി എണ്ണണം എന്നത് അറിയിച്ചു. രണ്ടാമത്, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അവർക്ക് പല തെറ്റിദ്ധാരണകൾ, അവരുടെ ഇടയിൽ അവിശ്വാസങ്ങൾ കടന്നു വന്നു. അതിനെ വീണ്ടും പൗലോസ് അഡ്രസ് ചെയ്തു. മൂന്നാമത്, നമുക്ക് കാണാൻ കഴിയുന്നു ആ സഭയിൽ പലരും മടിയന്മാരായി മാറി. പ്രൈസ് ദി ലോർഡ്. അത് പലരും വളരെ ഐഡിയലായി വേല ചെയ്യാൻ മനസ്സില്ലാതെ അവർ കടന്നുപോയ ഒരു സാഹചര്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. കാരണം അതിന് എന്താണ് പശ്ചാത്തലം ചോദിച്ചാൽ, കർത്താവിന്റെ വരവ് അവർ ഒരു കൂട്ടർ സ്തോത്രം വളരെ പ്രതീക്ഷയോടെ ഇരുന്നു. അപ്പോൾ കർത്താവിന്റെ വരവ് എപ്പോ വേണമെങ്കിലും സംഭവിക്കും എന്നത് വിചാരിച്ച് അവർ അവരുടെ വേലകളിലൊന്നും പോകാതെ, അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഏർപ്പെടാതെ
അവർ വെറുതെ മടിയന്മാരായി ഇരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് അവരെ വീണ്ടും ഓർമ്മിപ്പിച്ച് ഉണർത്തുകയാണ്. അതാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. സ്തോത്രം. അതിന്റെ അതിന്റെ 6-ാമത്തെ വാക്യം മുതൽ വായിച്ചു വരുമ്പോൾ, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം നട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളോടിടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്ത് പോന്നത് അധികാരം ഇല്ലാതിരുന്നിട്ടല്ല, അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങൾ മാതൃകയായി തീരേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുന്നത് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാരം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോട് വേല ചെയ്ത് അഹാവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ അതാണ് ആ സഭയുടെ 3-ാമത്തെ വിഷയമായിട്ട് പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പലരും പല വിശ്വാസികളും അവർ ജോലിക്ക് പോകാതെ കർത്താവിന്റെ വരവാണ് എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യാണ്? ഒന്നിനും പോകുന്നില്ല. കാരണം അവിടെ ചില ആളുകളാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സ്തോത്രം ആ അനുഭവത്തിലേക്ക് അവരെ നടത്തിയ ചില ആളുകളാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഞങ്ങൾ അനുകരിക്കേണ്ടതിന് എങ്ങനെയെന്ന് സ്തോത്രം അതിന്റെ 6-ാമത്തെ വാക്യം, ഞങ്ങൾ പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം. ചില സഹോദരന്മാരാണ് ഈ പറയുന്ന ഈ തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികളെ വഴിതെറ്റിച്ചതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിൽ പറയുകയാണ്, അങ്ങനെയുള്ളവരോട് നമ്മൾ അകന്നു നിൽക്കണമെന്ന് പറയുന്നു. കാരണം സ്തോത്രം, അങ്ങനെയുള്ളവരുടെ കൂടെ നടന്നാൽ സ്തോത്രം ഇവിടെ പറയുന്നത് പോലെ മടിയന്മാരായി മാറുകയാണ്. നമ്മളെ സംബന്ധിച്ച് ദൈവ സഭയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണമെന്നതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. കർത്താവിന്റെ വരവിൽ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മൾ വേലയിൽ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതിക വേല അല്ലെങ്കിൽ മറ്റേത് ശുശ്രൂഷയിലായിരുന്നാലും നമ്മളെല്ലാവരും ആ വേലയിൽ വ്യാപൃതരായിരിക്കണം എന്നതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. അവര് എല്ലാം ഒന്നും ജോലി ഇല്ലാതിരുന്നവരായിരുന്നില്ല. അവർ കർത്താവിന്റെ വേലയിൽ തന്നെയായിരുന്നു അവർ. മോശെ വിളിക്കുമ്പോൾ താൻ ആടിനെ മേയ്ക്കുകയായിരുന്നു. ദാവീദിനെ വിളിക്കുമ്പോൾ താൻ ആടിനെ മേയ്ക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ നിലകളിലും ദൈവത്തിനെ വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും ഒരു വിധത്തിൽ മറ്റൊരു നിലയിൽ അവരെല്ലാം ജോലി ചെയ്യുന്നവരായിരുന്നു. അധ്വാനിക്കുന്നവരായിരുന്നു. അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ദൈവസഭയ്ക്ക് ഉണ്ടാകണമെന്ന് തന്നെയാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അവരാരും ജോലിക്ക് പോകാതെ, അവിടെ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് 11-ാം അധ്യായത്തിൽ, ഇങ്ങനെയുള്ളവരോട് 13-ാം വാക്യം, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ആ വാക്യമല്ല, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആക്ടിങ് ലൈക്ക് ബിസി ബോഡീസ്. ഒന്നും ജോലി ചെയ്യുന്നില്ല, പക്ഷേ സ്തോത്രം ഭയങ്കര ബിസി ആണെന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടരാണ് ആക്ടിങ് ലൈക്ക് ബിസി ബോഡീസ് എന്നാണ് നമ്മളവിടെ അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്. സ്തോത്രം. അവിടെ എനിക്ക് തോന്നുന്നു 11, നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ബിസി ബോഡീസ് എന്ന് പറഞ്ഞാൽ പല പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നത്. അപ്പോൾ സ്തോത്രം ജോലി ചെയ്യുന്നില്ല, പക്ഷെ അവർ ആക്ട് ചെയ്യാണ്, ജോലി ഉണ്ടെന്ന് നടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് ദൈവസന്നിധിയിൽ ഒട്ടും യോഗ്യമായ ഒരു കാര്യമല്ല. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു 13-ാം വാക്യത്തിൽ, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. നമ്മളെ ദൈവം ഏൽപ്പിച്ച ഏത് ശുശ്രൂഷയായാലും, അത് കർത്താവിന് വേലയായാലും ജോലിയായാലും പഠനമായാലും കുടുംബത്തിൽ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്തോത്രം ജോലിയായാലും ഏത് വേലയിലായിരുന്നാലും നമ്മൾ വിശ്വസ്തയോടെ അതിൽ നിലനിൽക്കണമെന്നതാണ്, ആ വേല തുടരണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവികമായ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഉള്ള ആളുകൾ
ആമേൻ ഐഡിൽസ് ആണ്. അവർ ഒന്നും ചെയ്യാതെ മടിയന്മാരായി, ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാത്തവരായി. എന്നാൽ അവർ പറഞ്ഞെന്താണ്? കർത്താവിന്റെ വരവ് വരും, അതുകൊണ്ട് ആമേൻ കർത്താവിന്റെ പേരും വെച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. പക്ഷെ ദൈവം ആമേൻ അത് ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ആമേൻ ആമേൻ ഉത്സാഹമുള്ളവരായി, ആമേൻ സ്തോത്രം, ദൈവസന്നദ്ധയിൽ പ്രയത്നിക്കുന്നവരായി, ആമേൻ അധ്വാനിക്കുന്നവരായി, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വേലയിൽ വിശ്വസ്തയോടെ നിലനിൽക്കണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അത് പൗലോസ് വീണ്ടും അവരെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 14 മുതൽ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് പോകാം. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുകൂടെ സംസർഗം വിട്ട് അവനെ വേർതിരിക്കുവിൻ. എങ്കിലും ശത്രുവെന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവരെ ബുദ്ധി ഉപദേശിക്കുക അത്രേ വേണ്ടത്. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആമേൻ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ആമേൻ ആ സഭയ്ക്ക് എഴുതി അറിയിക്കുന്നത്. ആമേൻ അവരുടെ ജീവിതത്തിൽ ആമേൻ ഉണ്ടായിരുന്ന മടികൾ. ആമേൻ നമുക്കും ആമേൻ സ്തോത്രം, നമുക്കറിയാം, നമ്മളും കർത്താവിന്റെ സന്നിധിയിൽ പല കാര്യങ്ങൾ മടി വിചാരിക്കുന്നത് നമുക്കും ആമേൻ നമുക്ക് വ്യക്തമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമുക്ക് മടി വരാൻ പാടില്ല. ഉത്സാഹത്തോടെ നമ്മളായിരിക്കണം. പ്രാർത്ഥനയിലാകട്ടെ, വചനവായനയിലാകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, കൂട്ടായ്മയിലാകട്ടെ, ഇതിലെല്ലാം നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മടി വന്നു കഴിഞ്ഞാൽ ആമേൻ പാപത്തിന് ഇടം കൊടുക്കുകയാണ്. സ്തോത്രം. ആമേൻ ആമേൻ ഇതാണ് ഗ്രീക്ക് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആമേൻ ഗ്രീക്കിലെ ആളുകൾ വളരെ ഗ്രീക്കിലെ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് എങ്ങനെയാണ്? അവർ ഉത്സാഹത്തോടെ അവരായിരിക്കുന്ന മേഖലകളിൽ ഒരു ജോലി ചെയ്യും. അവരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ്, അവരുടെ കൾച്ചറാണ്. ജോലി ചെയ്യാതിരുന്നാൽ വെറുതെ ഇരുന്നാൽ പാപത്തിന് അവസരമുണ്ടാകുമെന്നതാണ് അവർ വിശ്വസിച്ചിരുന്നത്. ആമേൻ സ്തോത്രം. എന്നതുപോലെ നമ്മളും മടിയന്മാരായി ഒരു കാര്യവും ചെയ്യാതിരുന്നാൽ സ്തോത്രം, പിശാചിന് ഇടം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. എന്നാൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ശുശ്രൂഷയിൽ, പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ സ്തോത്രം, നമ്മുടെ ഭൗമികമായ ജോലികളിൽ വിശ്വസ്തയോടെ നിലനിൽക്കുമ്പോൾ കർത്താവിന്റെ വരവിന് പ്രത്യാശയോടെ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ ശുശ്രൂഷയിൽ നിലനിൽക്കുമ്പോൾ കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമെന്നതാണ് നമ്മൾ അറിയേണ്ടത്. അല്ല എങ്കിൽ നമ്മൾക്കെതിരെ അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം ദൈവനാം ദുഷിക്കപ്പെടുവാനായിട്ട് ഇടവരും. അതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ കർത്താവിന്റെ പ്രത്യാശ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മളായിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ഇരിക്കണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് 2 തെസ്സലോനിക്ക ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 കാര്യമാണ് സ്തോത്രം പൗലോസ് അവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നത്. 1, കഷ്ടങ്ങളിൽ പതറിപ്പോകരുത്. കർത്താവ് തന്നെയാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിന് പ്രത്യാശയുള്ളവരായിരിക്കണം. കർത്താവ് നമ്മളെ വിശ്വസ്തന്മാരായി എണ്ണുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്ന് പൗലോസ് 1 എഴുതി അറിയിച്ചു. 2, കർത്താവിന്റെ വരവ് നിശ്ചയമാണ്. അതിൽ സഭ എടുക്കപ്പെടേണ്ടതാണ്. പക്ഷേ സഭ ദൈവ വചനത്തിൽ ഉറച്ചു നിന്ന് വേണം ആ പ്രത്യാശയെ നിലനിൽക്കുവാൻ. അല്ല എങ്കിൽ അധർമ്മമൂർത്തിയുടെ വ്യാപാര ശക്തി കൊണ്ട് സത്യത്തെ സ്നേഹിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അസത്യത്തെ വിശ്വസിക്കുവാൻ ദൈവം അത് അനുവദിച്ചു കൊടുത്ത് നമ്മുടെ വിശ്വാസം തകർന്നു പോകുവാനിട വരും. അതാണ് ദൈവത്തിന്റെ ആത്മാവ് 2ാമത്തെ പ്രശ്നത്തിൽ കൂടെ ആ സഭയ്ക്ക് എഴുതി അറിയിച്ചത്. 3, ഉത്സാഹമുള്ളവരായി, മടിയന്മാരാകാതെ, ഉത്സാഹമില്ലാത്തവരാകാതെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ആയിരിക്കണം എന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സ്തോത്രം, സുവിശേഷങ്ങളിൽ യേശു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. വിശ്വസ്തനും നല്ല ദാസനുമായ ദാസനെ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെ 5 ലഭിച്ച താലന്ത് ലഭിച്ചവൻ 5 നേടി. എന്നാൽ 1 ലഭിച്ച ആ ദാസൻ അത് കുഴിച്ചിട്ടപ്പോൾ ദൈവം പറഞ്ഞത് എന്താണ്? മടിയനായ അവിശ്വസ്തനായ ദാസനെ എന്നാണ് വിളിച്ചത്. അത് മടിയാണ് കാണിക്കുന്നത്, ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് കാണിക്കുന്നത്, റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തതാണ് കാണിക്കുന്നത്. ദൈവ സന്നിധിയിൽ ആ ഒരു അവസ്ഥ ആർക്കും ദൈവസഭയ്ക്ക് ആർക്കും ഉണ്ടാകരുത്. നമ്മളെല്ലാവരും ഉത്സാഹമുള്ളവരായി കർത്താവിന്റെ പ്രത്യാശയിൽ വളരെ ഉത്സാഹത്തോടെ ഇരിക്കണമെന്നതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങളാണ്
ആമേൻ 2 തെസ്സലോനിക്കയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോടും നമ്മോടും എല്ലാം ആമേൻ എഴുതി അറിയിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസന്നിധി നമുക്ക് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. നമ്മൾ ദൈവസ്നേഹം വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. ഒരിക്കൽ പോലും തളർന്നു പോകാതെ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ പ്രത്യാശയോടെ ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം ആമേൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം. എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ആമേൻ സ്തോത്രം ആമേൻ ഇരിക്കുകയാണ്. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മള് ഷിജു പാസ്റ്റർ ഉണ്ട്. ഓക്കെ, കൺക്ലൂഡ് ചെയ്യാം. ആമേൻ. ഷിജു പാസ്റ്റർ ഏൽപ്പിക്കാം.